ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളിയായിട്ടുള്ള ഒരു ബദാം മിൽക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 30 ബദാം എടുത്തിട്ടുണ്ട്. അത് 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്തോട്ടൊരു പാത്രം വയ്ക്കുക. അതിലേക്ക് 1/2 ലിറ്ററോളം വരുന്ന പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിലോട്ട് തന്നെ ഞാനിവിടെ 2 പിഞ്ചോളം സാഫ്രോൺ എടുത്തിട്ടുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഇതൊരു പ്രത്യേക ഫ്ലേവറും കൊടുക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് അതെടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെച്ച ആ ഒരു ബദാം വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കും. ഇപ്പോൾ സാഫ്രോൺ ഇട്ട ഈ ഒരു മിൽക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. 5 മുതൽ 8 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ ഒരു പിഞ്ചോളം മഞ്ഞളും കൂടെ ചേർക്കുകയാണേ. നന്നായിട്ട് തിളച്ച പാലിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ബദാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ബദാമിൻ്റെ തൊലിയൊക്കെ ഇളകി വരും. ഇനി ഞാനിത് ഈ ചൂടായിരിക്കുന്ന ബദാം തണുത്ത വെള്ളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പീലൗട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ മുഴുവനായിട്ട്. ഇപ്പോൾ എല്ലാം ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ബദാമിനെ നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് പീലൗട്ട് ചെയ്ത എല്ലാ ബദാമും മിക്സിയുടെ ഒരു ജാറിലേക്ക് എടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാലില്ലേ, ആ ഒരു പാലിൽ നിന്ന് ഒരു സ്പൂണ് ഞാൻ കോരി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. വെള്ളമൊന്നും വേറെ ചേർക്കുന്നില്ല, പാലും ബദാമും മാത്രം ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇതിലോട്ട് ഞാൻ 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്ക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. ഇത് വെറും ബദാം പാല് മാത്രമാണ്, ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ഒട്ടും തന്നെ തരികളില്ല, നല്ല പാല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാലിവിടെ കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു അതേ ടേസ്റ്റിൽ തന്നെ എനിക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചത്. ചോപ്പ് ചെയ്ത് ഞാൻ കുറച്ച് നട്ട്സ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ പുറത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഓവറായിട്ട് ഇടണ്ട. ഇട്ടാൽ നമുക്കത് കുടിക്കാൻ നേരത്ത് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.